ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീണ്ടും ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് യാത്ര പോകുന്നത്. ഇതൊരു 1 ഡേ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കാരണം ഇപ്പം ഹൈ റേഞ്ച് ഏരിയ വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ വാട്ടർ തീം പാർക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവോയ്ഡ് ചെയ്ത് ഞങ്ങൾ അവസാനം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ടായിട്ടുള്ള ചിമ്മിനി ഡാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല രസമുണ്ട്. ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയുള്ള യാത്ര ഭയങ്കര ഒരു ഫീൽ തന്നെയായിരിക്കും. പിന്നെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് റേഞ്ച് ഉണ്ടാവത്തില്ല. അപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ വന്ന് അവരെവിടെ എത്തിയെന്ന് വിളിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നത് വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. പിന്നെ ഈ ഒരു എൻട്രൻസിലായിട്ട് തന്നെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പം സഫാരി യാത്ര അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊന്നും എടുത്തില്ല, ജസ്റ്റ് ഡാമിലേക്കും അന്ന് പോകാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഈ ഒരു ടൈമിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും ഒരു ഈവനിങ് ടൈം സെലക്ട് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്, നല്ല വ്യൂ ആണ് അവിടെ. ആ ഡാമും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ 686 മീറ്റർ ഉയരമുള്ള മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടാണിത്. പിന്നെ 1975 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 1996 പൂർത്തിയാവുകയായിരുന്നു. പിന്നെ മംഗലം അണക്കെട്ടായും പറമ്പിക്കുളം വന്യജീവി സങ്കേതമായിട്ടൊക്കെ ഇത് അതിർത്തി പങ്കിടുന്നുണ്ട് ഈ ഒരു ഡാം കേട്ടോ. അപ്പോൾ ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ തൊട്ട് പടിഞ്ഞാറായിട്ടാണ് ഈ ഡാം വരുന്നത്. പിന്നെ ചിമ്മിനി വന്യജീവി സങ്കേതം എന്ന് വെച്ചാൽ 1984 സ്ഥാപിതമായത്. പിന്നെ അനിമൽ ട്രെക്കിങ്ങും പിന്നെ ബട്ടർഫ്ലൈ സഫാരി അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയായിട്ടാണ് എച്ചിപ്പാറ എന്ന സ്ഥലത്താണ് ഈ ഒരു വന്യജീവി സങ്കേതം വരുന്നത്. പിന്നെ ഇവിടെ കൊറാക്കിൾ റൈഡ് ഉണ്ട് കേട്ടോ. അതായത് ഈ കുട്ടവഞ്ചി ഉണ്ടല്ലോ, അതിൽ സവാരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഇവിടെ നവംബർ ഡിസംബർ ടൈമിലേക്കായിരിക്കും. കാരണം ആ ഒരു ട്രെക്കിംഗ് യാത്രയിൽ നമുക്ക് ഒരുപാട് ബട്ടർഫ്ലൈയും പക്ഷികളെല്ലാം കാണാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഈ ഒരു സമയത്താണ് പോയത്. പക്ഷെ അവിടെ നല്ലൊരു വ്യൂ ആണ്, നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ എടുത്തു കേട്ടോ. പിന്നെ കുട്ടികൾക്കെന്ന് വെച്ചാൽ ഊഞ്ഞാല അതിലൊക്കെ ആടി കുറേ ടൈമൊക്കെ അവർ കളഞ്ഞു. പിന്നെ ഈ ഒരു ഡാം നിർമ്മിച്ചിരിക്കുന്നത് കുറുമാലി നദിക്ക് കുറുകെയായിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ തന്നെ ഇരുന്ന് കഴിച്ചതിന് ശേഷമാണ് പിന്നീടുള്ള യാത്ര തിരിച്ചത്. കാരണം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മറൈൻ അക്വേറിയം ചാവക്കാട് അവിടേക്കാണ് കേട്ടോ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ കുറച്ച് ദൂരം കൂടിപ്പോയി. കാരണം ഞങ്ങൾ ഈ ഒരു ഡാമിൽ നിന്നാണ് പിന്നെ യാത്ര തിരിച്ചത്. ഏകദേശം എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറോളം എടുത്തു. പിന്നെ നല്ല ട്രാഫിക് ബ്ലോക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം 4 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. പിന്നെ ഇവിടുത്തെ സന്ദർശന ടൈം എന്ന് വെച്ചാൽ 10 മുതൽ 6:30 വരെയാണ്, മൺഡേ മുതൽ ഫ്രൈഡേ. സാറ്റർഡേയും സൺഡേയും 10 മുതൽ 7 മണി വരെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, അകത്ത് കയറി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതു അക്വേറിയം എന്ന സവിശേഷതയാണ് കേട്ടോ. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അണ്ടർ വാട്ടർ ടണലുണ്ട്, പക്ഷി പാർക്കുണ്ട്, സിലിണ്ടർ അക്വേറിയം ഉണ്ട്. പിന്നെ കണ്ണുകൾക്ക് തന്നെ ദൃശ്യവിരുന്നൊരുക്കുന്ന ഒരുപാട് മത്സ്യങ്ങൾ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും പോകേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും റൈഡുണ്ട്, നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ 6:30-ക്കാണ് എൻട്രി ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ 6:30 കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 8:30 വരെ 2 മണിക്കൂർ കാണാനുള്ള സമയമാണ് ഉള്ളത്. 2 മണിക്കൂറോളം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. പിന്നെ പുറത്ത് റൈഡിങ്ങും കുട്ടികളുടെ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ചെറിയൊരു ബേർഡ് പാർക്കും കൂടി അടുത്തായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫിഷ് ഫീഡിംഗ് ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഈ ഒരു പ്രൊജക്റ്റ് ശരിക്കും തുടങ്ങിയത് 2007-ലും പിന്നെ പണി പൂർത്തിയായത് 2021-ലുമാണെന്നാണ് പറയുന്നത്. പിന്നെ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തത് 2023-ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരുപാട് ആളുകൾക്കൊന്നും അറിയില്ലായിരിക്കും കേട്ടോ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടായിട്ടാണ് വരുന്നത്. ചാവക്കാട് സ്ഥലം പഞ്ചവടി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
പിന്നെ ഫോട്ടോസ് നമുക്ക് എടുക്കാം, പക്ഷേ ഫ്ലാഷ് അടിക്കാൻ പാടില്ലെന്നാണ് കേട്ടോ അവർ പറയുന്നത്. പിന്നെ ഗ്ലാസ്സിലും തൊടാൻ പാടില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ ആ ടിക്കറ്റ് റേറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ, ഇവിടെ എന്ന് വെച്ചാൽ മുതിർന്നവർക്ക് 400 രൂപയാണ് വരുന്നത്. പിന്നെ വെച്ചാൽ കുട്ടികളുടെ വെച്ചാൽ ഹൈറ്റ് അനുസരിച്ചാണ്. കുട്ടികൾക്ക് എന്ന് വെച്ചാൽ 5 മുതൽ 10 വയസ്സ് വരെ 280, അതിന് മുകളിലുള്ളത് 350, ആ ഒരു റേറ്റാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഈ വെള്ളമൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ അവിടെ ക്ലീനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതും കുട്ടികളിങ്ങനെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ, കാരണം എന്താ സംഭവം എന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഇപ്പോൾ സിലിണ്ട്രിക്കലായിട്ടുള്ള ആ ഒരു അക്വേറിയം ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ 300ഓളം സ്പീഷീസുകളാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇത് ശരിക്കും സ്ഥലം എടക്കഴിയൂർ, ചാവക്കാടിലെ എടക്കഴിയൂർ എന്നുള്ള സ്ഥലത്താണ്. പിന്നെ ഇവിടെ പ്രായമായവർക്ക്, പിന്നെ നടക്കാൻ പറ്റാത്തവർക്കൊക്കെ വീൽ ചെയർ സൗകര്യം ഉണ്ട് കേട്ടോ, ഈ ഒരു എൻട്രൻസിലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 7 o'clock കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ റൈഡിലും കൂടി കയറിയായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഞാൻ ചാർജിലിട്ടേക്കുമായിരുന്നു ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ ആ റൈഡിൽ കയറുന്ന വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഒരു 7:30, 8 o'clock ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ആലുവയിൽ വന്നതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ 2 വണ്ടിയിലായിട്ട് പോയപ്പോൾ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. ഞങ്ങൾ ഒരു വണ്ടി എന്ന് വെച്ചാൽ അങ്കമാലി റൂട്ടാണ് പോയത്, ഞങ്ങളാണെങ്കിൽ കൊടുങ്ങല്ലൂർ റൂട്ട് ചെന്ന് കയറി കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത്? അത് എന്നാണ് സ്ഥാപിതമായത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ലാർജസ്റ്റ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയം ഏതാണ്? അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? അപ്പോൾ നിങ്ങളുടെ ആൻസർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.